ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തിരുവചനത്തിൻ്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെടുകയും അടിയങ്ങളോട് സംസാരിക്കുകയും ചെയ്യണം. ദൈവവചന കേൾവി അടിയങ്ങൾക്ക് പ്രയോജനപ്രദമാകണം. അവിടുത്തെ പുത്രൻ്റെ തിരുനാമം അടിയങ്ങളിൽ മഹത്വപ്പെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 6 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗത്തോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്നും അതേ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. PYPA മീറ്റിംഗ് നമുക്ക് തുടർന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ഇവിടെ മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച്, വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ് എന്നിങ്ങനെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായി തീർന്നു. വിശേഷിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങൾ യേശുവിനെ, ആ കാലത്തുള്ളവർ തന്നെ എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത് നമ്മൾ കണ്ടു. യേശുവിനെ പ്രവാചകനെന്നും രാജാവെന്നും വിളിച്ചെങ്കിലും യേശു അപ്പം തരുന്നവനാണെന്ന് മനസ്സിലാക്കി. എന്നാൽ അവരുടെ പ്രശ്നം അപ്പം തരുന്നവനാണെന്ന് മാത്രമേ അവർ മനസ്സിലാക്കിയുള്ളൂ എന്നുള്ളതാണ്. സ്തോത്രം. നേരെ മറിച്ച് കർത്താവ് നിത്യജീവൻ നൽകുന്ന ജീവന്റെ അപ്പമാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചറിഞ്ഞത് യേശു റോമൻ ഭരണത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്ന രാജാവായിട്ടാണ്. എന്നാൽ സകലത്തിൻ്റെയും കർത്താവായി ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്ന നിത്യ രാജാവായി ഇനിയും വരാൻ പോകുന്ന, ഇപ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷവും, താൽക്കാലികമാകുന്ന പ്രൊവിഷൻസിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചത്. ഈ കാര്യം നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയുണ്ടായി. സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ 10-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. സ്തോത്രം. മറ്റു വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിത്യജീവൻ തരാനാ വന്നത്. സൗകര്യപ്രദമാകുന്ന ഒരു ജീവിതം ഇവിടെ ഉണ്ടാക്കി തരാനല്ല കർത്താവ് വന്നത്. Jesus came to give us eternal life, not an easy life. Let me repeat that. Jesus came to give us eternal life, not an easy life. നിത്യജീവൻ തരാനാ വന്നത്. സൗകര്യപ്രദമാകുന്ന ജീവിതം ഉണ്ടാക്കി തരാനല്ല കർത്താവ് വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ. തൻ്റെ എല്ലാ സൃഷ്ടികളോടും ദൈവത്തിന് കരുണ തോന്നുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാ. സ്തോത്രം. നാം പാടിയല്ലോ, നീണ്ട മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി തന്ന് ആദരിച്ചു. സ്തോത്രം. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി ഇവിടെ ഫിക്സ് ചെയ്യാനല്ല കർത്താവ് വന്നത്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് എന്താ ആവശ്യമെന്നറിഞ്ഞ് കർത്താവ് നമ്മെ അതാത് സന്ദർഭങ്ങളിൽ സഹായിച്ച് നമ്മെ വഴി നടത്തുന്നവനാ. ഞാനൊരു ഉദാഹരണം എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് ബൈ റോഡ് യാത്ര ചെയ്തപ്പോൾ അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, വാഹനം ഓടിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് വാഹനം ബ്രേക്ക് ഡൗൺ ആയി. വളരെ ബുദ്ധിമുട്ടായി തീർന്നു. ഹൈവേയിൽ അവിടെ ചില മെക്കാനിക്കുകളൊക്കെ വന്നു, ഈ റോഡ് സൈഡിലുള്ള മെക്കാനിക്കുകളൊക്കെ വന്നു. അവർ വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ വളരെ വിശ്വസ്തനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന മഹാരാഷ്ട്രക്കാരനാകുന്ന ഒരു പ്രിയപ്പെട്ടവനുണ്ട്. അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല സാബ്, പതുക്കെ ഓടിച്ച് അത് ഇങ്ങു കൊണ്ടുപോവാ, ഇവിടെ വരാനുള്ളത് വരെയുള്ള കാര്യമൊക്കെ അവിടെ ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവ് ഇതുപോലെ ചെയ്യുന്നത്. സ്തോത്രം. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് ചെന്നെത്തിച്ചേരാനുള്ളതൊക്കെ ഇവിടെ തരും. സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴേ പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നുള്ളൂ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നാൽ വഴിയിൽ നമ്മൾ പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. വേണ്ടതൊക്കെ തരും. അത്യാവശ്യമായിട്ട് നമ്മെ സഹായിപ്പാൻ
നമ്മെ നടത്തുവാൻ, നമ്മുടെ കരങ്ങളെ പിടിക്കുവാൻ, നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പാൻ, ഹല്ലേലൂയ, ഘോര വിപത്തുകളിൽ നമുക്ക് സഹായകനായി നല്ലവനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഈ വേദഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. 6 മുതൽ 10 വരെയുള്ള വേദഭാഗം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗമായതുകൊണ്ട് വീണ്ടും വായിപ്പാൻ ഞാൻ സമയം എടുക്കത്തില്ല. പെട്ടെന്ന് ആ വിഷയങ്ങൾ പറഞ്ഞു പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 6 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്. ഒന്ന്, അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ പൗലോസ് ആശ്ചര്യപ്പെടുന്നു. ഈ സത്യസുവിശേഷത്തിൽ നിന്ന് ഗലാത്യയിലുള്ള വിശുദ്ധന്മാര് മറിഞ്ഞു പോകുന്നതിൽ താൻ ആശ്ചര്യപ്പെടുന്നു. രണ്ടാമതായിട്ട് നമ്മളവിടെ വായിക്കുന്ന വിഷയം 8ഉം 9ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരമാർത്ഥ സുവിശേഷത്തിൽ നിന്ന് മറിഞ്ഞു പോയാൽ അതിനൊരു അന്തമേയുള്ളൂ. അത് പറയുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന വ്യക്തിയും ശപിക്കപ്പെട്ടവൻ. ഇത് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. 3, സത്യസുവിശേഷത്തെ സേവിക്കുന്ന ഒരു സേവകന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് കർത്താവിനെ പ്രസാദിപ്പിക്കണം. വേറൊന്നും അവന് വിഷയമല്ല. ഈ 3 കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ ഈ വേദഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സുവിശേഷം ഉണ്ട് എന്ന അർത്ഥത്തിലല്ല പൗലോസ് പറയുന്നത്. കാരണം സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷം എന്ന പേരിൽ പലതും ഉണ്ടാകാം, എന്നാൽ അത് സുവിശേഷമല്ല, അത് ദുർവിശേഷമാണെന്ന് നാം ഗ്രഹിക്കണം. സുവിശേഷമായിട്ട് തോന്നുന്ന, സുവിശേഷമെന്ന് തോന്നിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ അത് സുവിശേഷമല്ല. അതാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. അത് വേറൊരു സുവിശേഷമെന്നല്ല, നിങ്ങളെ ചിലർ കലക്കിക്കളയുവാൻ പരിശ്രമിക്കുന്നു എന്നത്രേ. നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് സത്യസുവിശേഷം എന്തെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ സത്യസുവിശേഷത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വിശദമായിട്ട്. മറ്റു ഭാഗത്ത് ഇതേ അധ്യായത്തിൽ താൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, മറ്റൊരു സുവിശേഷം എന്ന പേരിൽ കർത്താവിങ്കിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന, അത് വരുന്നത് പുറത്തു നിന്നല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് കംസ് ഫ്രം വിതിൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭയുടെ ഉള്ളിൽ നിന്നാണ് മറ്റൊരു സുവിശേഷമെന്ന് പേരുള്ള സുവിശേഷമല്ലാത്ത ആ ദുർവിശേഷം വരുന്നത് എന്ന കാര്യമാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. പ്രധാനമായിട്ട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഈ സുവിശേഷം എന്ന പേരിൽ ഈ ആശയം കൊണ്ട് വന്നവര് ലീഡേഴ്സിനെ നന്നായിട്ട് അറിയാവുന്നവരായിരുന്നു, ഇല്ലേ? ലീഡേഴ്സിന്റെ വലങ്കൈ എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ പേര് പറഞ്ഞു വന്നവരാണ് ഇതും കൊണ്ട് വന്നത്. വായിച്ചേ 12-ാം വാക്യം, 2:12. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം കൂടെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കും. യാക്കോബ് അയച്ചിട്ട് വന്നതൊന്നുമല്ല, യാക്കോബിന്റെ പേര് പറഞ്ഞു വന്നതാ. സ്തോത്രം. കാരണം യാക്കോബ് സത്യസുവിശേഷത്തെ പിടിച്ചിരിക്കുന്ന വ്യക്തിയാ. യാക്കോബിന്റെ അടുക്കൽ നിന്ന് എന്ന വ്യാജേന അപ്പൊ സഭയിൽ നിന്ന് തന്നെ വന്നു. ഇനിയും 2-ാം വാക്യം, 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അവരെ വിശേഷിപ്പിക്കുന്നത് നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. അപ്പൊ വിത്തിൻ ദ ചർച്ച്, ഉള്ളിൽ നിന്ന് തന്നെയാ വന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ശ്രദ്ധിക്കണം. ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത്.
പുറത്തു നിന്നാ വരുന്നതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഉള്ളിൽ നിന്ന് തന്നെ ഇത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ജാഗരൂകരാകേണ്ടത്. സ്തോത്രം. പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു ചില വാക്യഭാഗങ്ങളൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം, വളരെ പെട്ടെന്ന്. കാരണം ഇത് ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ ജാഗരൂകരാകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉപദേശപരമാകുന്ന പക്വത, പരിജ്ഞാനം എന്നുള്ളത് ഒരാർഭാടമല്ല, അതൊരത്യാവശ്യമാണ്. Doctrinal necessity, doctrinal maturity is not a luxury, but it is a necessity. ഉപദേശപരമാകുന്ന കാര്യങ്ങളിൽ ദൈവമക്കൾ പരിജ്ഞാനമുള്ളവരാകേണ്ടത് വളരെ അത്യാവശ്യമാകുന്ന ഒന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവസഭയിൽ നിന്ന് തന്നെ ഇത് വരുന്നത് കൊണ്ടാണ്, ലീഡേഴ്സിന്റെ പേര് പറഞ്ഞു വരുന്നത് കൊണ്ടാണ്, കള്ള സഹോദരന്മാരായി വരുന്നത് കൊണ്ടാണ് ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ ഗ്രഹിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14:20 പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളാകരുത്, നന്നായി ദൈവവചനപ്രകാരം കാര്യങ്ങളെ ഗ്രഹിപ്പാനുള്ള പ്രാപ്തി ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. സ്തോത്രം. ഇതല്ലേ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തില് പൗലോസ് പറയുന്നതാകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, അവരെന്താ പറയുന്നേ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പൊ വളരെ മനസ്സിലാക്കണം, വിപരീതോപദേശത്തിന്റെ സവിശേഷത എന്താ? അതിന്റെ സവിശേഷത ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട്, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദിസ്, വളരെ സിമ്പിളായിട്ടൊരു ഒരു മാനദണ്ഡം ഞാൻ ഇവിടെ വെക്കാൻ പോകുകയാണ്. പ്രിയരെ, കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും, ഒരു സന്ദേശം കേട്ടാൽ കർത്താവിനോടുള്ള സ്നേഹം കൂടണം, ഭക്തി കൂടണം, വിശുദ്ധ ജീവിതത്തിന്റെ പ്രചോദനമുണ്ടാകണം, ആശ്വാസമുണ്ടാകണം, നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം. അത് ശരിയായ മെസ്സേജാണ്. എന്നാൽ ഈ ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കുകയും പറയുന്നവരുടെ മഹത്വം പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അത് കർത്താവിങ്കിൽ നിന്നുള്ളതല്ല, അത് ജഡത്തിൽ നിന്നും പിശാചിൽ നിന്നുമുള്ളതാണ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാ അത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം. അതുകൊണ്ട് 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുക, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തലമേൽ തന്നെയാണ്. ഇനിയും നിങ്ങൾ ആരേലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. പൗലോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ പാറ്റേൺ എന്താണെന്നറിയാമോ? ദൈവവചനത്തിന്റെ പാറ്റേൺ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവസഭയുടെ അഭിവാജ്യ ഘടകമായിരുന്നു ബൈബിൾ ക്ലാസ്. അപ്പോസ്തല പ്രവൃത്തി വായിച്ചോ? ഞാൻ ചലഞ്ച് ചെയ്യാം, അല്ലെന്ന് എന്നോട് തെളിയിച്ചതാ. ദൈവസഭയുടെ അഭിവാജ്യ ഘടകമായിരുന്നു ബൈബിൾ ക്ലാസ്. കാരണം പെന്തക്കോസ്ത് നാൾ മുതൽ എഴുതിയിരിക്കുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. പിന്നെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് തെളിയിച്ചു തരുവാൻ കുറച്ച് നാളുകൂടെ നീ ഞങ്ങളോടൊപ്പം പാർക്കണം, പിന്നെയും ടീച്ചേഴ്സ് ഓൾ ദീസ് തിങ്സ്. എഫെസോസിലേക്ക് വരുമ്പോൾ 3 വർഷം തുറന്നോസ് എന്ന ഒരു വ്യക്തിയുടെ പാഠശാല വാടകയ്ക്കെടുത്ത് 3 വർഷം ബൈബിൾ ക്ലാസ് നടത്തി എഫെസോസിൽ. അത് നിമിത്തം ആസ്യയിലുള്ളവരെല്ലാം വചനം കേട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പെന്തക്കോസ്ത് സഭയുടെ മുഖമുദ്രയായി വചനത്തിലും
എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതും ദൈവവചന ശുശ്രൂഷ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും മറച്ചു വെക്കാതെ ദൈവസഭയ്ക്ക് അറിയിച്ചു തരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വി പേ എ ഹെവി കോസ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുകയായിരുന്നു, സഭയുടെ നമുക്ക് വലിയ വരുമാനമൊന്നുമില്ല, നമുക്ക് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസാ, പിന്നെ അങ്ങനെ അങ്ങ് നടത്തുന്നല്ലോ, അത് മതി. പക്ഷെങ്കിൽ സ്റ്റിൽ നമ്മൾ അതിനു വേണ്ടി വളരെ പണം ചെലവഴിക്കുന്നു. ഒരു ബൈബിൾ ക്ലാസ് നടത്താൻ ഇറ്റ് കോസ്റ്റ് അസ് സംതിങ് റിയലി. നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, ഇത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ വളരെ ദുഃഖകരമായി തീരും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, വേദപുസ്തക പഠനം, ക്രമീകൃതമായിട്ടുള്ള ദൈവവചന പഠനം, അത് ആർഭാടമല്ല, അത് നെസസിറ്റിയാ. ഉപദേശം എന്നുള്ളത് ഇറ്റ് ഈസ് എ നെസസിറ്റി, നോട്ട് എ ലക്ഷറി. അതുകൊണ്ട് ദൈവസഭ അത് സീരിയസ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അബദ്ധമുണ്ടാകും. അബദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പൗലോസ് പറയുന്ന വിഷയങ്ങൾ: ഒന്ന്, ഞാൻ ആശ്ചര്യപ്പെടുന്നു, നിങ്ങൾ ഇത്ര വേഗം മറിഞ്ഞു പോകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നത്? അതിന് കാരണമുണ്ട്. നിങ്ങളെ വിളിച്ചവനെ വിട്ട്, രണ്ട് കാരണങ്ങൾ പൗലോസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിൽ നിലനിന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉപദേശം വിട്ടുപോയെന്നല്ല അർത്ഥം. പിന്നെ ആരെ വിട്ടെന്നാ? ദൈവത്തെ വിട്ടെന്ന അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഉപദേശം വിട്ടെന്നല്ല അർത്ഥം, കർത്താവിനെ വിട്ടെന്ന അർത്ഥം. ഒരാശയ സംഹിത വിട്ടെന്നല്ല അർത്ഥം, ഉപദേശം വേണ്ടാന്ന് വെച്ചെന്നല്ല അർത്ഥം, യേശുവിനെ വിട്ടെന്ന അർത്ഥം. ഒന്ന് വായിച്ചേ ആ വാക്യം. നിങ്ങളെ വിളിച്ചവനെ വിട്ട്. 1 കൊരിന്ത്യർ 1:9 നമ്മൾ വായിക്കുന്നു, എന്തിനാ നമ്മളെ വിളിച്ചത്? ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചു. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചില തത്വസംഹിതകൾ മുറുകെ പിടിക്കുകയല്ല, പിന്നെയോ തലയായ കർത്താവിനെ പിടിക്കുകയാണ് രക്ഷാനിർണയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വിടുക എന്ന് പറഞ്ഞാൽ, ഉപദേശം വിട്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിനെ വിട്ടെന്ന. അതുകൊണ്ടാണ് പൗലോസ് ഇത് വളരെ ആശ്ചര്യത്തോടെ താൻ പറയുന്നത്. 2, കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി. ഗലാത്യർ 5:4 വായിച്ചേ. പെട്ടെന്ന് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. പെട്ടെന്ന് സമയം പോകുന്നു. ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. പിന്നെ കൃപയിൽ നിന്ന് വീണുപോയി. നോയിക്കേ, സുവിശേഷത്തിന്റെ സത്യമാകുന്ന ഉപദേശം തിരിച്ചറിയാതെ അവർ വീണുപോയപ്പോ ക്രിസ്തുവിൽ നിന്ന് പോയി, കൃപയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഇത് വളരെ ആശ്ചര്യത്തോടെ പൗലോസ് പറയുന്നത്. 2, 8-9 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത്, ഞങ്ങളാകട്ടെ, ഒരു ദൂതനാകട്ടെ, മറ്റൊന്നറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അനാഥേമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വേദഭാഗം എടുത്തു കാണിക്കുക. അപ്പൊ അതാണല്ലോ പെട്ടെന്ന് മനസ്സിൽ കയറുന്നത്. ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേദഭാഗം റോമാലേഖനം 9:3. ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 9:3. അപ്പൊ ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിനോട് വേർപെട്ടു പോകുക എന്ന അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിത്യജീവനിൽ പങ്കില്ലാതെ എന്നേക്കുമായി നശിച്ചു പോകുന്നതിന് പറയുന്ന വേറൊരു പദമാണ് ശപിക്കപ്പെടുക. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുവീൻ. ശ്രദ്ധിച്ചോ? അപ്പോൾ പരമാർത്ഥ സുവിശേഷത്തിൽ നിന്ന് വിട്ടുപോയാൽ അതിന്റെ അർത്ഥം നിത്യജീവൻ പോയെന്ന അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത് സീരിയസ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ആശ്ചര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളാകട്ടെ, ഒരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇനിയും 10ാമത്തെ വാക്യം കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പോയല്ലോ. 10ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, അത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ, അപ്പോൾ
മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത്ര സുഖം തോന്നുന്ന കാര്യമല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഫ്രാങ്ക്ലി പറയാം, എല്ലാ ആഴ്ചയിലും നിങ്ങൾ വന്ന് ഉപദേശി ഇന്നത്തെ പ്രസംഗം കലക്കനായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതല്ല എൻ്റെ ലക്ഷ്യം. പൗലോസ് ഒരു വലിയ സത്യം പറഞ്ഞിട്ട് അപ്രിയ സത്യം പറഞ്ഞു. എന്താ അപ്രിയ സത്യം? ഈ സുവിശേഷത്തിൽ നിന്ന് വീണുപോയാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ വാക്ക് ഉപയോഗിച്ച് പറയുക, ഇനിയും ഞാൻ മനുഷ്യനെയാണോ പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെയോ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് അത്ര സുഖകരമൊന്നുമല്ല നിങ്ങളുടെ കാതിന്. പക്ഷെ എനിക്ക് വിഷയമല്ല. എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം. എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത തന്നെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം. എന്നാണെന്നറിയാമോ? കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിശുദ്ധമായി ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പലർക്കും പല കാര്യങ്ങളെക്കുറിച്ച് സംശയമാണ്. എന്നാൽ ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം, ഓരോ കാര്യത്തിലും, ഇത് കർത്താവിന് പ്രസാദകരമാകുമോ? ഇത് കർത്താവിന് പ്രസാദകരമാകുമോ? ഞാനിന്ന് പറയുവാൻ പോകുന്ന, ഞാനത് ദൈവത്തോട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രസാദകരമാകുമെന്നല്ല ഞാൻ ചോദിക്കാറുള്ളത്, ഇത് ദൈവത്തിന് പ്രസാദകരമാകുമോ? ഇത് ദൈവവചനവുമായിട്ട് ചേരുന്നതാണോ? ഈ ഒരു മാനദണ്ഡം ഉണ്ടെങ്കിൽ മനുഷ്യർ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. പക്ഷെ അത് വിഷയമല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാകണം. അതുകൊണ്ടാണ് ഹാനോക്കിന്റെ മുഴുവൻ ജീവിതത്തെയും ഒരു സെന്റൻസ് കൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. 300 വർഷം നടന്നതിനെ ഒരു സെന്റൻസ് കൊണ്ട് ഒതുക്കിയിരിക്കുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നിത്യതയിൽ ഒരു കാര്യമേ പ്രാധാന്യമുള്ളൂ. നമ്മൾ ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്? പരമാർത്ഥമാകുന്ന സുവിശേഷമാണോ നമുക്ക് വിഷയം? അതോ സുവിശേഷത്തിന്റെ ഫലങ്ങളായി കിട്ടുന്ന ക്രൂശാണോ നമുക്ക് വിഷയം? അതോ ക്രൂശിന്റെ ചില താൽക്കാലിക നന്മകളാണോ നമുക്ക് വിഷയം? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരൻ